നമസ്കാരം. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശാന്തകുമാറിന്റെ സന്നിധാനത്തെ മുറിയിൽ ദേവസ്വം വിജിലൻസും ഷാഡോ പോലീസും 2 ദിവസം മുൻപ് പരിശോധന നടത്തിയിരുന്നു. മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടും പല വേതനക്കാരുടെ വേതനവുമായി ബന്ധപ്പെട്ടും ദേവസ്വം ഇന്റലിജൻസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് പുറത്തുവന്നിരുന്ന വാർത്തകൾ. പതിവ് പരിശോധന മാത്രമാണ് നടത്തിയത് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഇതുമായി മറുപടി നൽകിയത്. എന്നാൽ വിജിലൻസ് നടത്തിയ ഈ പരിശോധനയെ ചൊല്ലിയും ചില വിവാദങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഒരു അജ്ഞാതനാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുറിയിൽ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം വിളിച്ചു പറയുന്നത്. 3 ലക്ഷത്തോളം രൂപ സൂക്ഷിച്ചു എന്ന വിവരമാണ് ലഭിച്ചത്. ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ കോടതി വൃത്തങ്ങൾ ദേവസ്വം വിജിലൻസ് വിഭാഗത്തെ വിവരം അറിയിച്ചു. ഉടനെ തന്നെ പ്രത്യേക സംഘം സന്നിധാനത്തെത്തുകയും ചെയ്തു. സന്നിധാനത്തെത്തിയ പ്രത്യേക സംഘം അതിവേഗം നടപടികളും കൈക്കൊള്ളുന്നതിന് പകരം പരിശോധനാ സമയം വൈകിപ്പിച്ചുവെന്ന ആരോപണം ഉയരുന്നുണ്ട്. പ്രത്യേക വിജിലൻസ് അന്വേഷണ സംഘം എത്തി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജുമായി സംസാരിക്കുകയാണ് ആദ്യം ചെയ്തത്. 1 മണിക്കൂറോളം സ്പെഷ്യൽ കമ്മീഷണറുടെ മുറിയിൽ വെച്ച് സംസാരിച്ചു. ഇതിനിടെ പരിശോധനയ്ക്കെത്തിയ വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപനെയും സംഘം അറിയിച്ചു. ഇതിനുശേഷം ഏറെ വൈകിയാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ മുറിയിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയതുമില്ല. അതേസമയം സീസൺ കഴിയുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പണത്തിന്റെ വീതം വെപ്പ് നടക്കാറുണ്ട് എന്ന സംശയമടക്കം നേരത്തെ ഉയർന്നിരുന്നു. ദേവസ്വം വിജിലൻസ് പരിശോധനയുടെ പേരിലും ഒത്തുകളിച്ചോ എന്ന സംശയമാണുള്ളത്. ദേവസ്വം ഭരണതലത്തിലെ അഴിമതി സംശയത്താൽ നടപടിയെടുക്കുമ്പോൾ അവരെ അറിയിച്ച് പരിശോധന നടത്തുന്നത് എന്ത് ഫലമുണ്ടാക്കുമെന്ന ചോദ്യം ഉയരുകയാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായി 1 മണിക്കൂറോളം സംസാരിക്കേണ്ടി വന്ന സാഹചര്യം എന്തെന്നതിൽ അടക്കം സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം ശബരിമലയിലെ ഇത്തവണത്തെ ലേല നടപടികൾ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. വെള്ളിയാഴ്ച സന്നിധാനത്ത് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മുറിയിൽ പോലീസും ദേവസ്വം വിജിലൻസും നടത്തിയ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിഞ്ഞിട്ട് മിക്ക ഇനങ്ങളുടെയും അടിസ്ഥാന വില വൻതോതിൽ കുറച്ചാണ് ഇത്തവണ ലേലം നൽകിയത്. ആദ്യം 5% പിന്നീട് 10% അടിസ്ഥാന ലേലത്തുക കുറച്ചു. 7 കോടി അടിസ്ഥാന വില നിശ്ചയിച്ച് സന്നിധാനത്തെ കൊപ്ര സംഭരണം 5 കോടിക്കാണ് നൽകിയത്. 5 കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന പമ്പയിലെ കൊപ്ര സംഭരണം 1 കോടിക്കും നൽകി. 1 കോടിക്കടുത്ത് അടിസ്ഥാന വില നിശ്ചയിച്ച പല ഹോട്ടലുകളും ഇത്തരത്തിൽ വലിയ കുറവിലാണ് നൽകിയത്. പാത്രക്കട, ടീ സ്റ്റാളുകൾ എന്നിവയിലും തുക കുറച്ചു. കരാറിൽ വീഴ്ച വരുത്തിയതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കരിമ്പട്ടികയിൽപ്പെടുത്തിയവരും ഇത്തവണ ലേലത്തിൽ പങ്കാളികളായി. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ അന്നദാനത്തിനുള്ള പച്ചക്കറി വിതരണ കരാർ നൽകിയത് കരിമ്പട്ടികയിൽപ്പെട്ട ആൾക്കാണ് എന്നും ആക്ഷേപമുണ്ട്. ഇത്തവണ ഇയാളുടെ ഭാര്യയുടെ പേരിലായിരുന്നു കരാർ. ബോർഡിലെ ഉന്നതോദ്യോഗസ്ഥന്റെ ഒത്താശയോടുകൂടി ഇത് നടന്നുവെന്നാണ് ആക്ഷേപം. ചില ഇനങ്ങളുടെ ലേലം പിടിച്ചത് ഉദ്യോഗസ്ഥരുടെ ബിനാമികളാണ് എന്നും ആരോപണമുണ്ട്. ഇതിനു പുറമെ അഷ്ടാഭിഷേകത്തിന് നേരിട്ട് എത്താത്തവരുടെ കൂപ്പൺ വേറെ ആളുകൾക്ക് നൽകി രസീത് എഴുതാതെ പണം വാങ്ങിയെന്നും ആരോപണമുണ്ട്. തിരക്ക് കൂടിയ സമയത്ത് ദിവസം 15 അഷ്ടാഭിഷേകം മതിയെന്നും ബുക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഓൺലൈൻ ആക്കണമെന്നുമുള്ള നിർദ്ദേശം വന്നു. ഈ സമയത്ത് ബുക്ക് ചെയ്ത് എത്താത്തവരുടെ കൂപ്പൺ റദ്ദു ചെയ്യണമെന്നും പകരം പുതിയത് എഴുതരുത് എന്നും നിർദ്ദേശമുണ്ട്. ഇതിന് വിരുദ്ധമായി കൂപ്പണുകൾ നൽകിയെന്നാണ് ആക്ഷേപം.